ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ 17th എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ജിജിയാനെ ലിങ് കിസ് ചെയ്തതുപോലെ ജിജിയാന് തോന്നുകയാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ രാവിലെ എണീച്ച് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴാണ് അവിടെ ലിങ്ങിനെ ജിജിയാൻ കാണുന്നത്. ഇതെല്ലാം കണ്ട് ജിജിയാന് വളരെയധികം സംശയമാവുകയാണ്. ഇന്നലത്തെ കാര്യമെല്ലാം നടന്നിരുന്നു എന്നെല്ലാം. ജിജിയാന്റെ വീട്ടിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ലിങ് പോകുന്ന സമയമായി കഴിഞ്ഞാൽ ലിങ് പൊയ്ക്കോളും. എന്നാൽ ലിങ്ങിനെ ജിജിയാൻ ഫേസ് ചെയ്യണ്ടല്ലോ എന്നാലോചിച്ച് ജിജിയാൻ ലിങ് പോകുന്ന സമയമെല്ലാം കഴിഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ജിജിയാൻ ഇറങ്ങി ലിഫ്റ്റിൽ കയറുന്നതും അതാ അവിടെ ലിങ് നിൽക്കുന്നത് കണ്ട് ജിജിയാന് വളരെയധികം സംശയമാവുകയാണ് ഇന്നലത്തെ കാര്യമെല്ലാം നടന്നിരുന്നു എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ലിഫ്റ്റിൽ ഒരുമിച്ച് കയറുകയാണ്. ലിങ് ജിജിയാനെ നോക്കി പറയുന്നുണ്ട്, നീ ഇന്നലത്തെ കാര്യം ആലോചിച്ച് സംശയിച്ചിരിക്കണ്ട, അതെല്ലാം നടന്നതാണ്, അതെല്ലാം സത്യമാണ്, എനിക്ക് നിന്നെ വളരെയധികം ഇഷ്ടമാണ് എന്നെല്ലാം ലിങ് ജിജിയാനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ജിജിയാൻ ഷോക്കായി നിൽക്കുകയാണ്. എന്നിട്ട് ലിങ്ങിനോട് ഒന്നും മിണ്ടാതെ ജിജിയാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സീഷോയുടെ റെസ്റ്റോറൻറ്റിലേക്ക് ജിജിയാൻ്റെ ആദ്യത്തെ ബോയ് ഫ്രണ്ട് വന്നത് കാണുന്ന സീഷോയ്ക്ക് ഒരുപാട് ദേഷ്യമാവുകയാണ്. അപ്പോൾ ജിജിയാൻ്റെ ബോയ് ഫ്രണ്ട് പറയുന്നുണ്ട്, നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാനിപ്പോൾ ജിജിയാനുമായി ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. ഇതെല്ലാം കേട്ടപ്പോൾ സീഷോ അവനോട് ദേഷ്യം പിടിക്കുന്നത് നിർത്തുന്നുണ്ട്. എന്നിട്ട് സീഷോ കേക്ക് ഉണ്ടാക്കുമ്പോൾ സമാധാനമായിരുന്നുള്ള ഒരു സിമ്പിൾ മുഖത്തുണ്ടായിരുന്നു. രാത്രി ജിജിയാന് വിശന്നപ്പോൾ ജിജിയാൻ സീഷോയുടെ റൂമിലേക്ക് ചെന്നു നോക്കുമ്പോൾ സീഷോ എവിടെയില്ല, ലിങ് മാത്രമാണുള്ളത്. അങ്ങനെ ലിങ് ജിജിയാനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് അവൾക്ക് ഫ്രൂട്ട്സ് എല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. ജിജിയാൻ്റെ അച്ഛൻ സീഷോയുടെ അമ്മയെ തിരഞ്ഞുള്ള നടത്തമാണിത്. അങ്ങനെ അവസാനം ഒരു ബ്യൂട്ടി പാർലർ അവരുടേതാണെന്ന് കണ്ടുപിടിച്ച് അവിടേക്ക് പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജിജിയാൻ്റെ അച്ഛനെ ആദ്യം സീഷോയുടെ അമ്മ കാണാൻ വന്ന കാര്യം സീഷോയോട് പറഞ്ഞിരുന്നില്ല. അത് തെറ്റാണെന്ന് തോന്നി ഞാൻ പറയട്ടെ എന്ന് പോയി ചോദിക്കാൻ വേണ്ടിയാണ് സീഷോയെ അമ്മയെ കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അവസാനം അച്ഛൻ അവിടെ എത്തിയപ്പോൾ സീഷോയുടെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ സീഷോയുടെ അമ്മയുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ അവരെ കയ്യിലൊരു കുട്ടിയുണ്ട്. അവർ പറയുന്നുണ്ട്, ഇതെൻ്റെ മകനാ, ഞാനിപ്പോൾ പുതിയ ഫാമിലി എല്ലാം തുടങ്ങിയിട്ടുണ്ട്, ഇനി നിങ്ങൾ എന്തിനാ പിന്നെയും എന്നെ അന്വേഷിച്ച് വരുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ജിജിയാൻ്റെ അച്ഛൻ സങ്കടവും ദേഷ്യവും സഹിക്കാനാവാതെ അവരെ കളിയാക്കുന്നത് പോലെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യവും അറിയേണ്ടി വരില്ലായിരിക്കും സീഷോയുടെ, അവനിപ്പോൾ നല്ല ബിസിനസ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്, ഇതെല്ലാം നിങ്ങൾ അറിയുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തിനാണെന്ന് വന്നത് വെച്ചാൽ നിങ്ങൾ അന്ന് വന്നത് ഞാൻ സീഷോയോട് പറഞ്ഞിട്ടില്ല. അത് അവനോട് ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്ക് തോന്നി. അത് നിങ്ങളോട് ചോദിച്ചിട്ട് അവനോട് പറയാമെന്ന് കരുതിയാണ് ഞാൻ വന്നത് എന്നെല്ലാം പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അവനോട് ഇതൊന്നും പറയണ്ട, ഞാൻ ഇവിടെയുള്ള കാര്യമൊന്നും അവൻ അറിയണ്ട. അങ്ങനെ അറിഞ്ഞാൽ അവൻ അമ്മയെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരും. എനിക്ക് ആ സിമ്പതിയൊന്നും ആവശ്യമില്ല. എനിക്കിപ്പോൾ ഒരു ഫാമിലിയുണ്ട്, അതിലെനിക്കൊരു മകനുമുണ്ട്, എനിക്ക് അവർ മാത്രം മതി എന്നെല്ലാം പറഞ്ഞ് ജിജിയാൻ്റെ അച്ഛനെ സീഷോയുടെ അമ്മ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ജിജിയാൻ്റെ അച്ഛനെ പറഞ്ഞയച്ച ശേഷം അമ്മ കഴിഞ്ഞു പോയത് ആലോചിക്കുകയാണ്. സീഷോ ഓടി അമ്മയെന്ന് വിളിച്ചു വരുമ്പോൾ അമ്മ അതെല്ലാം കണ്ട് ഡ്രൈവറോട് കാറിൻ്റെ സ്പീഡ് കൂട്ടാൻ പറഞ്ഞിരുന്നു. ഇതെല്ലാം അമ്മ ആലോചിക്കുന്നുണ്ട്. ജിജിയാൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ സീഷോയുടെ കട കാണാൻ അമ്മയും പോയിരുന്നു. പക്ഷേ അവൻ അറിയാതെയായിരുന്നു അമ്മ അവിടെ നിന്ന് എല്ലാം നോക്കുന്നത്. ജിജിയാന് കേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും സീഷോക്ക് ജിജിയാനോടൊരു അട്രാക്ഷൻ എല്ലാം തോന്നുന്നുണ്ട്. ജിജിയാൻ ടെറസിലേക്ക് വന്നപ്പോഴാണ് ലിങ് അവിടെ ഇരിക്കുന്നത് അവൻ കാണുന്നത്. ജിജിയാൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ ലിങ്, നിന്റെ തീരുമാനം എന്താണ്, അത് പറ ആദ്യം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ജിജിയാൻ പറയുന്നുണ്ട്, എനിക്കും നിന്നെ ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ ചേട്ടൻ എന്ന രീതിയിലാണ് ഞാൻ ഇതുവരെ നിന്നെ കണ്ടത്, അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ
എന്നെല്ലാം പറയുന്നുണ്ട്. ഇവിടെ സീഷയാണെങ്കിൽ ജിജിയാനോടുള്ള ഇഷ്ടം ജിജിയാനോട് പറയാതെ നേരെ വന്ന് ജിജിയാൻ്റെ അച്ഛനോടാണ് പറയുന്നത്. എന്നിട്ട് അച്ഛന് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ സീഷയോട് ചോദിക്കുന്നുണ്ട്, ഇതുവരെ ചേട്ടനെന്ന് പറഞ്ഞിട്ട് നിനക്കിപ്പോൾ എന്ത് പറ്റി? എനിക്കറിയാം ഇതൊക്കെ ഇങ്ങനെ പോവുകയുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് സീഷയോട് പറയുന്നുണ്ട്, നീ വിഷമിക്കരുത്. ജിജിയാന് വേറെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായാലും നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കരുത്. നീ ട്രൈ ചെയ്തോ, നിനക്ക് എത്ര വേണമെങ്കിലും ട്രൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത് എന്നെല്ലാം പറഞ്ഞ് അച്ഛൻ സീഷോയുടെ പ്രോമിസ് വാങ്ങുന്നുണ്ട്. ജിജിയാന് കാലുവേദനയായത് കാരണം ലിങ്ങിനെ കൊണ്ട് ഉയ്യിപ്പിക്കാൻ പറ്റാത്തത് കാരണം സീഷോയോട് ഉയ്യാൻ പറയുമ്പോഴാണ് സീഷോ ജിജിയാനോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നത്. ഇതെല്ലാം കേട്ട് ജിജിയാൻ നെട്ടുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് കാല് വലിക്കുന്നുണ്ട്. പക്ഷേ സീഷോ അത് വിടുന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടി അടിയായി മാറുന്നുണ്ട്. എന്നിട്ട് ജിജിയാൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, എൻ്റെ രണ്ട് ചേട്ടന്മാർക്കെല്ലാം എന്തു പറ്റി ദൈവമേ എന്നെല്ലാം ജിജിയാൻ പറയുന്നുണ്ട്. ജിജിയാൻ്റെ അച്ഛൻ ഒന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും സീഷോ അവൻ്റെ അമ്മയുടെ അഡ്രസ്സെല്ലാം തേടിപ്പിടിച്ച് അവിടേക്ക് പോകുമ്പോഴാണ് അവർ അവിടെ ഇല്ല എന്ന് ഒരു സ്റ്റാഫ് വന്ന് സീഷോയോട് പറയുന്നത്. എന്നിട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുമുണ്ട്. അവർ അവനെ പറഞ്ഞയച്ചിട്ടും അവൻ അവിടെ നിന്ന് പോകാതെ ഒരു മരത്തിൻ്റെ സൈഡിൽ പോയി ഒളിച്ചിരിക്കുന്നുണ്ട്. കാരണം അവൻ്റെ അമ്മ വരുന്നത് കാത്ത്. ഇതെല്ലാമാണ് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ 17th എപ്പിസോഡിൽ ഉള്ളത്.